ഇരുട്ടിനെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല മാർഗം കുറേ ഇരുട്ട് കൂടി അതിലേക്ക് കൊണ്ടുവരിക എന്നതല്ല, ആ ഇരുട്ട് വാരി മറ്റൊരു സ്ഥലത്തേക്ക് എറിയുക എന്നുള്ളതുമല്ല. അതൊക്കെ ഡംപിങ്ങോ അല്ലെങ്കിൽ സ്പ്രെഡിങ്ങിനോ ഒക്കെ സഹായമാവുള്ളൂ. ഇരുട്ടിനെ അകറ്റാനുള്ള മാർഗം ഒരു പ്രകാശരശ്മിയെ അതിലേക്ക് കടത്തിവിടുക എന്നതാണ്. ഒരു വിളക്ക് തെളിച്ചു വെക്കുക എന്നതാണ്. അങ്ങനെ തെളിച്ചു വെച്ചാൽ ആ ഇരുട്ട് ഇല്ലാതായിത്തീരും. ഞാൻ ഇന്ന് രാവിലെ മീനച്ചൽ ന്യൂസ് എന്ന് പറയുന്ന ഒരു ലോക്കൽ പ്രാദേശികമായ ഏതോ ഒരു പേജ് കാണാനിടയായി. അത് കണ്ടപ്പോഴൊരു വാർത്ത കണ്ടു. മീനച്ചൽ താലൂക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, മീനച്ചലാറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയ ഒരു പുസ്തകം അദ്ദേഹം എനിക്ക് കൊണ്ട് തന്നിരുന്നു. എനിക്കതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റിയില്ല. രണ്ടാമതായിട്ടുള്ളത് ഈ പറയുന്ന മീനച്ചൽ പ്രദേശത്തെക്കുറിച്ച് നമ്മുടെ PC ജോർജ് പറഞ്ഞ ഒരു മതം മാറ്റത്തിൻ്റെ കഥയും, മീനച്ചൽ താലൂക്കിൽ എത്രയോ കുടുംബങ്ങൾ അങ്ങനെ മാറി ഇങ്ങനെ മാറി മതം മാറ്റി എന്നൊക്കെ പറയുന്ന കഥകളാണ്. എന്ന് മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ഈരാറ്റുപേട്ടയെയും പാലയെയും ഒക്കെ ഒരു വൈവിധ്യങ്ങളുടെ ഇരട്ട സഹോദരങ്ങളായി കാണുന്നതിന് പകരം ഒരു വിദ്വേഷത്തിൻ്റെ ഇരട്ട എതിരാളികളാക്കി ചിലരൊക്കെയും ബോധപൂർവം വളർത്തിക്കൊണ്ടു വരുന്നുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിലാണ് അതൊക്കെ തിരുത്തേണ്ടതും തിരുത്തപ്പെടേണ്ടതും. സാധാരണ നമ്മളൊരു കുടുംബത്തിനകത്തൊരു പ്രശ്നമുണ്ടായാൽ, മക്കൾക്കിടയിൽ ഒരു വിഷയമുണ്ടായാൽ, ആ മക്കൾക്കിടയിൽ മധ്യസ്ഥത വഹിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്. കാരണം ഏത് സന്ദർഭത്തിലും ചിലപ്പോൾ ഒരാളിൻ്റെ ഒരു മരണം, ഒരു രോഗം മതി ആ കുടുംബം ഒന്നായി മാറാൻ. അപ്പോൾ ഈ പുറത്തു നിന്ന് വിഷം കുത്തിവെക്കുന്നവർ അങ്ങ് മാറ്റിപ്പോകേണ്ടി വരും. ഞാനിത് പറഞ്ഞത് ഈ പറയുന്ന മീനച്ചൽ ന്യൂസ് എന്ന് പറയുന്ന ഒരു ന്യൂസിൽ വന്ന കഴിഞ്ഞ ദിവസത്തെ സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ആ വാർത്ത അതിന്റെ തന്നെ ഉണ്ടെന്നൊന്ന് ഞാൻ നോക്കാം. അവിടെ കിടന്ന ആരെങ്കിലും അതെ, കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. എവിടെയാണോ വീട്? അല്ല, അത് കളയണ്ട, അത് അവർക്ക് അറിയണേ. അതെടുത്തോ, അത് അതിൻ്റെ അകത്തോട്ട് വെച്ചോ, അത് വെച്ചോ അതിൻ്റെ അകത്ത്. എത്ര? ഒന്ന് ഇത് എല്ലാം എടുത്തോട്ടോ. 1 2 പിന്നെ 3 4 മാല. അല്ല, ഇത് ഒരു ഇതിൻ്റെ അകത്തൊരു കമ്മലല്ല, 4 മാല, 2 വള, വള. ഇത് ഇതിലൂടെ കമ്മല. എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? അതാണ് വന്നേ. പറയൂ, പേര് പറയൂ. പേര് കുഞ്ഞുങ്ങളാണ് നാടിന് അഭിമാനമായിട്ട്. ആ കൊടുത്ത 4 മാലയും വളയും അതിൻ്റെ പാക്കിങ്ങും ഒക്കെ കണ്ടിട്ട് ഒന്നെങ്കിൽ പണയം എടുത്തുകൊണ്ട് വന്നതാണ്, ഇല്ലെങ്കിൽ പണയം എടുത്ത് എവിടെയോ സൂക്ഷിച്ചു വെച്ചതാണ്, അല്ലെങ്കിൽ പണയം വെക്കാൻ വെച്ചിരുന്നതോ. വളരെ മനോഹരമായി പാക്ക് ചെയ്തതാണ്. അതിന് 4 മാല വള എന്നൊക്കെ പറയുന്നത് കാണുമ്പോൾ കുറഞ്ഞതൊരു 15 പവൻ എന്തായാലും ഉണ്ടാവും. ഇപ്പോഴത്തെ കണക്ക് വെച്ചത് എത്ര ലക്ഷം രൂപയാണെന്ന് നിങ്ങൾ കണക്ക് കൂട്ടിക്കൊള്ളൂ. ഇത് കൈമാറിയ കുട്ടികളുടെ പേര്, അവർ കരീം സാഹിബ് മെമ്മോറിയൽ സ്കൂളെന്ന് പറയുന്ന പേട്ടയിലെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ആദിൽ റഹീം, മെഹബിൻ, ഫായിസ്, ഷാൻ, അമീൻ അൻസാർ, പിന്നെ അവരുടെ കൂടെയുള്ള കുറച്ച് സുഹൃത്തുക്കളും. ഇത് കണ്ടു കിട്ടിയപ്പോൾ വളരെ സന്തോഷപൂർവ്വം, ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഞാൻ ഈ പറയുന്നത്, നമ്മൾ ചില പ്രദേശത്തിനും ചില കുട്ടികൾക്കും ചില പ്രായത്തിലുള്ളവരെയും ഒക്കെ നമ്മളങ്ങ് കഞ്ചാവാണ്, അല്ലെങ്കിൽ മയക്കുമരുന്നാണ്, അല്ലെങ്കിൽ കുഴപ്പക്കാരാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് മുദ്ര കുത്തുകയാണ്. പക്ഷേ ചില്ലറ കുഴപ്പങ്ങൾ കാണിക്കുന്ന ചിലരിലുള്ള നന്മയുണ്ടല്ലോ, ആ കുഴപ്പങ്ങളെക്കാൾ എത്രയോ വലുതായിരിക്കുമെന്നറിയാമോ അവിടെ ഓടിയെത്താൻ. ഇപ്പോൾ ഇതിൽ ഒരു പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നീറ്റ് പരീക്ഷയ്ക്ക് 100 റാങ്കിനകത്ത് കിട്ടിയ കുട്ടികളുമല്ലോ ഈ പ്രദേശത്ത് വരുമോ? ഈ സേവനങ്ങളുമായി രംഗത്തിറങ്ങുമോ? അല്ലെങ്കിൽ ഇത് കാണാൻ വരുമോ? അല്ലെങ്കിൽ ഈ മനുഷ്യരെ സഹായിക്കാം എന്ന് പറഞ്ഞു വരുമോ? വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ തിങ്കിങ്ങും അവരുടെ ലോകവും മറ്റൊന്നാണ്. അവിടെയാണ് ഈ കുട്ടികൾ വരുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു കുടയുടെ മഴയുടെ കീഴിൽ നിന്ന് സംസാരിച്ച് തീർക്കേണ്ടതല്ല. ഈ കുട്ടികളെ
ഏതെങ്കിലും ഒരു പരിപാടി വെച്ച് അതിൽ അഭിനന്ദിക്കണം ഈ നന്മയ്ക്ക് വേണ്ടി. ഇതിനൊരുപാട് ആളുകൾ മറുവശം പറയാൻ കാണും, അവന്മാർ പേടിച്ച് തന്നതാ, ഇല്ലെങ്കിൽ അവന്മാർ അങ്ങനെ ചെയ്തേനെ ഇങ്ങനെ ചെയ്തേനെ, ഒന്നുമല്ല. അതൊക്കെ പറയുന്നവർക്ക് അങ്ങനെ പലതും പറയാം. പക്ഷേ ഈ നന്മകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഒരു ചെറിയ പ്രകാശത്തിൻ്റെ മെഴുകുതിരി വെളിച്ചം എവിടെ നിന്നാണോ എത്തുന്നത് അതിനെ ഊതി 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 ആളി കത്തിക്കുക എന്നതാണ് ഈ ഇരുട്ട് മാറാനുള്ള നല്ലൊരു മാർഗം. ഏതായാലും ഈ സംഗതി കണ്ടപ്പോൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നിയത് ഈ നന്മകളുടെ ഒരു അംശം അതിൽ കണ്ടതുകൊണ്ടാണ്.